ഹലോ. അപ്പോൾ നമുക്കിന്ന് മുതിരയും ചേമ്പും തണ്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ആദ്യം മുതിര വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചേമ്പും തണ്ട് പറിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പോലെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചൂടാറിയ മുതിര എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അധികം പൊടിയാവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ അതൊന്ന് മുറത്തിലിട്ടിട്ട് ഊമി കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റിയെടുക്കാം കേട്ടോ. ഇനി ആ മുതിര നല്ലോണം കഴുകിയെടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ അടുപ്പിലാണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. അങ്ങനെ നമ്മളെ മുതിര വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേമ്പിൻ തണ്ടും അതുപോലെ ഒരു തക്കാളിയും 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി, 2/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ വലിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് വേവിക്കാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയുള്ളി മാത്രം, തേങ്ങയിൽ ചെറിയുള്ളി മാത്രം ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേമ്പിൻ തണ്ടും മുതിരയും നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പും അതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴേക്കിന് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് ഒന്നാണ് വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ച് നമ്മൾ മുതിരക്കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുതിരയും ചേമ്പും തണ്ടും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.